ഓക്കെ ഗായ്സ്, ഓക്കെ. അപ്പോൾ ഇന്നെന്തായാലും ഗൈസ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ ഷിൻചാൻ്റെ അനിയനായിട്ടുള്ള നമ്മുടെ പിഞ്ചാനില്ലേ, പിഞ്ചാൻ. നമ്മുടെ പിഞ്ചാന് കണക്ക് എന്തായാലും ഇന്നെന്തായാലും വരാനായിട്ട് എന്തായാലും പോവുകയാണ് ഗൈസ്. എൻ്റെ മോനെ വേറെ ലെവലാണ്. നമ്മുടെ ഷിൻചാൻ്റെ അനിയനായിട്ടുള്ള നമ്മുടെ പിഞ്ചാനില്ല. അവ എന്തായാലും വരാനായിട്ട് വേണം. ഇവർ രണ്ടുപേരും എന്തായാലും ട്വിൻസുകളൊക്കെയാണ്. ഇവർ രണ്ടുപേരും ഒരേപോലെയാണ് ഇരിക്കണമെന്ന് വെച്ചാൽ ഒരു വ്യത്യാസമില്ല. ഡ്രസ്സിന് എന്തോ ചെറിയ വ്യത്യാസം എന്നുള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഷിൻചാനും പിഞ്ചാനുമാണ്. അയ്യോ, നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ഇവിടെ ഇപ്പോൾ ചാടി അവിടെ ഗ്രാനിയുടെ സ്കൂട്ടർ താണ്ട് ഇടിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാനി ഇതിൻ്റെ കളറൊക്കെ നൈസായിട്ട് മാറ്റി കേട്ടോ. ഒരു വൈറ്റ് കളർ സ്കൂട്ടറായിരുന്നു ഇതെന്ന് വെച്ചാൽ. അതിപ്പോൾ എന്തായാലും ഒരു വൈറ്റ് കളർ ആക്കിയിട്ട് എന്തായാലും ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഏതാണ് വീട്ടിൽ നമുക്ക് നല്ല ഇഷ്ടം പോലെ വേറെ എന്തായാലും ഉണ്ട്. നമ്മുടെ ടൈഗറുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഷിൻചാനുണ്ട്, പിഞ്ചാനുണ്ട്, പിന്നെ നമ്മുടെ ഗ്രാനി ഉണ്ട്. അങ്ങനെ കുറേ പേരെന്തായാലും ഉണ്ട് ഗൈസ്. അപ്പം ഇനി നമ്മുടെ വീട്ടിൽ എന്തായാലും വലിയൊരു ഫാമിലി കണക്കാണ് ഗൈസ് ഉള്ളതെന്ന് പറയണത്. അപ്പം നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും നേരെ ഷിൻചാനെ വിളിക്കാനായിട്ട് സോറി ഷിൻചാനല്ല, നമ്മുടെ പിഞ്ചാനെ വിളിക്കാനായിട്ട് എന്തായാലും അതിനായിട്ട് നമ്മുടെ ബാക്കിയുള്ള എല്ലാവരും വിളിക്കാം. ഷിൻചാനെ, ഗ്രാനിയെ, ടൈഗറെ എല്ലാവരും ഒന്ന് ഓടിയോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്കപ്പം എയർപോർട്ടിലോട്ട് പോയാലാ? എൻ്റെ അനിയ പിഞ്ചാനല്ല, ഒരു ബിസിനസ് ക്ലാസ് അടിപൊളിയായിട്ടുള്ള വേറെ ലെവലായിട്ടുള്ള ഒരു പ്ലെയിനിലാണ് വരാനായിട്ട് പോണേ. ശരി എന്ന്. അപ്പോൾ അവൻ വരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ പൈസയൊക്കെ പൊട്ടിച്ചിട്ടാണല്ലോ വരണത്. അപ്പം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടം പോലെ പൈസ ആയിരിക്കും പൊട്ടിക്കേണ്ടി വരാം. അതെന്തെങ്കിലും ആവട്ടെ. നമുക്കിപ്പോൾ നേരെ അവനെ വിളിക്കാൻ പോലെ. ഐ സി യു ഫ്രാങ്ക്ലിൻ മോനെ, നമുക്ക് നേരെ അങ്ങോട്ട് പോയാലും മോനെ, നമ്മുടെ പിഞ്ചാൻ മോനെ വിളിക്കാനായിട്ട്. ശരി ഗ്രാനി, ഒന്ന് വാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മുടെ പിഞ്ചാന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. അവൻ പറഞ്ഞെന്ന് പറഞ്ഞാണ് ഞാൻ ഇന്നലെ തന്നെ എന്താണ്ട ഒരു അടിപൊളി പുതിയൊരു ഓറഞ്ച് കളർ BMW വാങ്ങിച്ചിട്ട്. ഗൈസ്, നമ്മുടെ ഷിൻചാനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലക്ഷറി കാറിലാണ് പോയതെന്ന് വെച്ചാൽ. അതുകൊണ്ട് തന്നെ അവനെ പോലെ തന്നെ നമ്മുടെ പിഞ്ചാനെ വിളിക്കാൻ പോണത് ലക്ഷറി കാറിലാണ്. പുതിയതായിട്ട് വാങ്ങിച്ചൊരു കാറും കണക്കാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ. നമ്മുടെ BMW M3 കളൊക്കെയാണ്. നമ്മുടെ കയ്യിലാണെങ്കിൽ പിന്നെ വേറൊരു കാറുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലൊരു ഇതാണ് പോർഷകളൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു, പോർഷ. ആ ഒരു പോർഷകളൊക്കെ നമ്മളെന്തായാലും വിറ്റിട്ടാണ് കേസ് ഈ ഒരു BMW എടുത്തത്. അത് നല്ലൊരു വണ്ടിയായിരുന്നു ആ ഒരു പോർഷ വെച്ചാലൊക്കെ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിലൊരു അല്ലാതൊരു ബ്രാൻഡ് ന്യൂ കാർ എടുക്കാൻ വലിയ കാര്യമായിട്ട് പൈസയൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും പോർഷകളൊക്കെ എന്തായാലും കൊടുത്തെന്തായാലും ഈ വണ്ടി എടുത്തത്. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വലിയ കാര്യമായിട്ട് പൈസയൊന്നുമില്ല. കുറേ ദിവസമായി മിഷനൊക്കെ ചെയ്തിട്ട്. നമുക്കെന്തായാലും ഇനി മിഷനൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ആ വിറ്റ ഒരു പോർഷ സെയിം മോഡൽ തന്നെ നമുക്ക് തിരിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഡിഫൻഡർ കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഡിഫൻഡർ പുതിയ വണ്ടിയാണ്, അതിപ്പോൾ എടുത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് കൊടുക്കാത്തതെന്ന് വെച്ചാൽ. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും നേരെ നമ്മുടെ BMW കൊണ്ട് നേരെ നമ്മുടെ പിഞ്ചാനെ വിളിക്കാനായിട്ടോ. എടാ ഷിൻചാനെ, ഗ്രാനി, ടൈഗർ എല്ലാവരും വന്ന് കയറ്. ഫ്രാങ്ക്ലിനെ, പിഞ്ചാനും എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങിച്ചു തരണം കേട്ടാ. എൻ്റെ പൊന്ന് ചോപ്പേ, നിനക്ക് എപ്പോഴും തീറ്റ ഇത് മാത്രമേ ഉള്ളൂ. വന്ന് വണ്ടി കയറ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോകാം. ആടാ ഷിൻചാനെ. ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും കേസ് നമ്മുടെ ഏതാണ് എയർപോർട്ടിലോട്ട് നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്തൊക്കെയാണെടാ ഫ്രാങ്ക്ലിനെ കാണിക്കണം? നീ എന്താ വണ്ടി ഡോറൊക്കെ തുറന്നിട്ട് ഓടിക്കണ? ഇല്ലടാ ടൈഗറെ, ഞാൻ അറിയാതെ ഡോറൊന്ന് തുറന്നിട്ടാണ്. അത് കുഴപ്പമില്ല, വണ്ടിയൊക്കെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ പ്ലെയിനുകളൊക്കെ എന്നാലും കിടപ്പുണ്ട് കേട്ടോ. ഷിൻചാൻ ഏതെങ്കിലും ഒരു പ്ലെയിനി ഒന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ. സോറി, ഷിൻചാനല്ല, അവിടെ പിഞ്ചാനൊക്കെ. എൻ്റെ മോനെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് പിഞ്ചാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കട്ടെ കഴിക്കാനായിട്ട്? എടാ വാങ്ങിക്കാടാ, ആദ്യം വരട്ടടാ. അവനെ വേണ്ടാണ് ഈ വണ്ടിയാണ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞ് അവനെ ഓടിക്കാനൊന്നും കൊടുക്കില്ല, അത് വേറെ കാര്യം. അവൻ എന്തായാലും വരട്ടെ. പിഞ്ചാൻ പതുക്കെ ഒന്ന് ഇറങ്ങട്ടോ. അവൻ ബിസിനസ് ക്ലാസ്സിൽ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ ഒന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരായിട്ട് ആളെ കാണാമല്ലോ. അവൻ എന്തായാലും വരട്ടെ. എടാ പിഞ്ചാനെ, അനിയാ, മുത്തേ, നിന്നെ എത്ര നാളായടാ കണ്ടിട്ട്? ഷിൻചാനെ, എടാ ഷിൻചാനെ, ഞാൻ നിന്നെ എത്ര നാളായടാ കണ്ടിട്ട്? ഷിൻചാനെ, ഐ ലവ് യു ഷിൻചാൻ. പിഞ്ചാനെ, ഓടി വാടാ. നമുക്കിനി എല്ലാവർക്കും കൂടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ വീട്ടിൽ താമസിക്കാം. ഞാൻ, പിഞ്ചാന്, ഗ്രാണി, ടൈഗർ, ഫ്രാങ്ക്ലിൻ ചേട്ടൻ, നമ്മുടെ വണ്ടി, പൈസ എല്ലാം കൊണ്ട് നമുക്ക് അടിച്ച് പൊളിച്ചടക്കാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഹൗ ആർ യു? ശരി, എനിക്ക് സുഖമൊക്കെ തന്നെ. നീ അവിടെ പോയിരി. അല്ല ചേട്ടൻ, ഞാൻ പറഞ്ഞ വണ്ടി കൊണ്ട് തന്നെ വന്നത്.
അതാ വല്ല പൊട്ട വണ്ടിയും കൊണ്ടാണോ വന്നത്? ഇല്ലടാ പിങ്ചാനെ, ഏതാണ്ടാ നിനക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് വാങ്ങിച്ച വണ്ടിയാണ്, BMW M3 ആണ്. താങ്ക് യു ചേട്ടാ. ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. അല്ലടാ, നിനക്ക് വേണ്ടിയിട്ടല്ല, നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച വണ്ടിയാണ്, അല്ലാതെ നിനക്ക് ഓടിക്കാനും തരത്തതെന്നല്ല ഞാൻ വണ്ടി. എന്തുകൊണ്ട് ചേട്ടാ, വലിയ കഷ്ടമുണ്ട് ചേട്ടാ, പ്ലീസ് ചേട്ടാ എനിക്ക് വണ്ടി താ. ഇല്ല ഞാൻ തരൂല. ഈ വണ്ടി എൻ്റെ സ്വന്തം. ഈ വണ്ടി ആർക്കും ഓടിക്കാൻ കൊടുക്കില്ല. ഞാൻ എൻ്റെ സ്വന്തം പട്ടിയായിട്ടുള്ള ടൈഗറിന് പോലെ ഞാൻ ഓടിക്കാൻ കൊടുക്കില്ല. പിന്നെയാണ് നിനക്ക്. എടാ ഷിൻചാനെ, നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം. പിന്നെയൊക്കെ ഈ സ്ഥലമൊക്കെ ഫുള്ള് ചുറ്റിക്കാണാം. ആടാ ഫ്രാങ്ക്ലിൻ ചേട്ടൻ നേരെ വന്ന് വണ്ടി കയറ്. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടൻ നമ്മളെല്ലാവരും കയറോ? ബാക്കിൽ ഗ്രാനി, ബാക്കിൽ ടൈഗർ, ഫ്രണ്ടിൽ ഞാൻ, സൈഡിൽ ഫ്രാങ്ക്ലിൻ ചേട്ടൻ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ചേട്ടൻ ഒന്ന് മണ്ടയ്ക്ക് കയറി. അപ്പോൾ വണ്ടി നിൻ്റെ അപ്പൂപ്പ വന്ന് ഓടിക്കോ? അല്ല പിന്നെ. അയ്യോ എടാ ഷിൻചാനെ, ഞാൻ ആദ്യമായിട്ട് വന്നേലടാ, പ്ലീസ് എടാ നീ ഒന്ന് വണ്ടിയുടെ മേളിൽ കയറില്ലടാ. ശരി, എൻ്റെ അനിയന് വേണ്ടിയിട്ട് ഇത് ഞാൻ ചെയ്യാം. അല്ല നമ്മുടെ വീട് എവിടെയാണ് ഷിൻചാനെ? നമ്മുടെ വീട് എവിടെയാണ്? എടാ പിങ്ചാനെ, നമ്മുടെ വീടോടെ തൊട്ടടുത്ത് തന്നെ, എയർപോർട്ടിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് നമ്മുടെ വീടുള്ളത്. ശരിയാണല്ലേ, ഇതായിരിക്കും നമ്മളെ വീട്. ഐ സി യു പിങ്ചാൻ മോനെ, സുഖം തന്നെ പിങ്ചാൻ മോനെ. സുഖം തന്നെ ഗ്രാനി അമ്മായി. ഹായ് ടൈഗർ, സുഖം തന്നെ. വാവ്, ഇതാണല്ലേ നമ്മളെ വീട്, നൈസ് വീട്. എൻ്റെ പൊന്നു ഫ്രാങ്ക്ലിൻ ചേട്ടാ, പോർഷയാണോ? പോർഷ ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ത്യ വന്നത് തന്നെ. എടാ കിഴങ്ങ പിങ്ചാനെ, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നീ വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോർഷ കൊടുത്ത് ഈ വണ്ടി വാങ്ങിച്ചത്. അയ്യോ, പോർഷ വിറ്റാ? ചേട്ടാ മര്യാദയ്ക്ക് ആ പോർഷ വിറ്റിട്ട് പുതിയ ലേറ്റസ്റ്റ് മോഡൽ എടുത്തൂടെ? എടാ അത്രയ്ക്ക് പൈസയൊന്നും എൻ്റെ ഇല്ലടാ. ഉള്ള പൈസ വെച്ചാണ് ഈ BMW ബുക്ക് ചെയ്തേ വാങ്ങിച്ചത്. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാൻ വേണ്ടി. ശരി, എന്തായാലും നൈസായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ വീടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. എടാ ഷിൻചാനെ, ഇരുതപ്പോൾ എല്ലാ ദിവസവും ഒരുമിച്ചാണോടാ? ആടാ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നല്ല വരുന്നതാണ്. ഫൈനലി ഗൈസ്, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കുടുംബത്തിൽ ഒരു അതിഥിയും കൂടെ വന്നേക്കാണ്. ഓക്കെ, അത് നമ്മുടെ പിങ്ചാനാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ്. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യും. ഓക്കെ, നമ്മുടെ ചാനലുകളൊക്കെ ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബാക്കി വീഡിയോസുകളൊക്കെ എല്ലാവരും നല്ല മറക്കാതെ തന്നെ കാണാം. ഓക്കെ, അപ്പം ബൈ.